എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ വേസ്റ്റ് ആക്കി കളയുന്ന കട്ട് പീസ് തുണികളില്ലേ, നമ്മൾ പുതിയ ഡ്രസ്സ് തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെയൊക്കെ ഇറക്കം കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കുമ്പോഴോ ഒക്കെ വേസ്റ്റാക്കി കളയുന്ന കൊച്ചു കൊച്ചു തുണി കഷ്ണങ്ങൾ കൊണ്ടുള്ള കുറച്ച് യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ല ഭംഗിയുള്ള തുണികളൊക്കെ കിട്ടുമ്പോൾ വെറുതെ കളയണ്ട, ചെറിയ പീസായാലും എടുത്തു വയ്ക്കുക. എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു പിങ്ക് കളറിലുള്ള തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു പോളിസ്റ്റർ മോഡലൊക്കെ ഉള്ളൊരു തുണിയുടെ പീസാണ്. അത്ര നല്ല ഭംഗിയുള്ളതൊന്നുമല്ല. തൽക്കാലം ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം ഫസ്റ്റ്. ഇനി നമുക്ക് ഈ പീസിനെ ഒരു 6 ആക്കി മടക്കുക. ആദ്യം ഒരു പ്രാവശ്യം നടുവ് മടക്കുക, പിന്നെ വീണ്ടും മടക്കുക, പിന്നെ വീണ്ടും മടക്കുക, അങ്ങനെ. എന്നിട്ട് ആ ഒരു കോർണർ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒരു ആർക്ക് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് നിവർത്തുമ്പോൾ ഒരു റൗണ്ട് കിട്ടും. അതാണ് നമുക്ക് ആവശ്യം. നേരിട്ട് എന്തെങ്കിലും വെച്ചിട്ട് മൂടിയൊക്കെ വെച്ചിട്ട് റൗണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ടൊന്നും വേണ്ട, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയാൽ മതി നമുക്ക്. ഇത് തുടങ്ങണേക്കാളും മുന്നേ ആദ്യം ഒരു സൂചി നൂലും കോർത്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അതിനുശേഷം ഈ ഒരു റൗണ്ടിനെ 4 ആക്കി മടക്കുക. എന്നിട്ട് ആ ഒരു ആർക്ക് വരുന്ന ഭാഗമല്ലേ, അവിടെ നമുക്ക് സൂചി ഇങ്ങനെ കോർത്തെടുക്കണം. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയില്ലേ, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റിച്ചാണ്. ജസ്റ്റ് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക. ഞാൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ അവിടെ ഫുള്ള് ഭാഗവും ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടത് നമുക്ക് നൂലിലോട്ട് മാറ്റി വലിച്ചെടുക്കാം. അതങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കുമ്പോൾ അതൊരു ശരിക്കൊരു പൂവിൻ്റെ ഇതള് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. നമുക്കൊരു 5 ഇതളാണ് ഇതുപോലെ തന്നെ വേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് 2 ഇതളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 5 എണ്ണം ആക്കിയിട്ട് കാണിച്ചു തരാം. 5 എണ്ണം കോർത്തെടുത്തിട്ടൊന്ന് വലിക്കുമ്പോൾ കറക്റ്റ് ഇതുപോലെ ഒരു ഫ്ലവർ പോലെ വരും. കണ്ടോ, ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ഉറപ്പിലൊന്ന് കെട്ടിയെടുത്തിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഒരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിതിപ്പോൾ ഉണ്ടാക്കി, ആർക്കും ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ സെൻറ്ററിൽ നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ പിന്ന് പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, ഒരു ഫാൻസി പിൻ മോഡൽ, അത് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. സേഫ്റ്റി പിന്നൊക്കെ കുത്തുന്ന പോലെ നമുക്കിത് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിക്കാം. വേണമെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു കർട്ടൻ ഹോൾഡർ ആക്കിയിട്ടും കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആ ഒരു ഇതളുകൾ കറക്റ്റ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഒരു കട്ടിയുള്ള തുണിയുടെ പീസ് ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്കിൻ്റെയൊക്കെ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാനിത്, ഒരു കാർഡ്ബോർഡിൻ്റെ. അതിൽ നമുക്ക് ഗമ്മ് തേച്ചിട്ട് ഒരു വള്ളി ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങളുടെയിലുള്ള ഏതെങ്കിലും ഒരു വള്ളി ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലേസാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കർട്ടനിൽ നമ്മൾ തുമ്പിക്കെട്ടെന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് ഊരാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ കെട്ടി വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ ഇതിരിക്കും, കർട്ടൻ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതേപോലെ തന്നെ വേറൊരു രീതിയിലും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനൊന്ന് 2 ആയി മടക്കുക. നേരത്തെ നമ്മൾ 4 ആക്കി മടക്കിയിട്ടാണ് തുന്നലിട്ടത്. ഇപ്പോൾ ചെയ്യേണ്ടത് 2 ആക്കി മടക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരു ഷേപ്പിലുള്ള ഇതളുകളായിരിക്കും പൂവിന് കിട്ടുക. ആ ഒരു കൂർത്ത് നിൽക്കുന്ന പോലെ ഉള്ളത് ഉണ്ടാവില്ല, പകരം നല്ല റൗണ്ടിലുള്ള പെറ്റൽസ് ആയിരിക്കും ഈ ഒരു പൂവിന് ഉണ്ടാവുക. ഇനി അടുത്ത ഒരു ഐഡിയ നോക്കാം. ഇതിൽ നിന്നൊരു റെക്റ്റാങ്കിൾ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ നീളമൊക്കെ നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിലാവും കറക്റ്റ് നമുക്ക് എത്ര വലിപ്പം വേണമെന്നൊക്കെ.
ഞാനിവിടെ ഒരു 17 സെൻറ്റിമീറ്റർ നീളവും ഒരു 14 സെൻറ്റിമീറ്ററോളം ഏകദേശം വീതിയുണ്ട് ഈ പീസിന്. എന്നിട്ടിപ്പോൾ അതിൻ്റെ അരികു ഭാഗം ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ്. മെഷീനുള്ളവർക്ക് തുന്നാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് തുന്നി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒട്ടിക്കുകയാണ്, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുകയാണ്. ഇതിപ്പോൾ മോശം ഭാഗത്തോട്ടാണ് നമ്മളിങ്ങനെ മടക്കി വെച്ച് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ഇത് നടുവൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചെടുക്കണം. ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ ഉടുപ്പിലോ, പിന്നെ നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനും ഒക്കെ എടുക്കാം. ഇതുപോലെ കുഷ്യനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. നേരത്തെ നമ്മൾ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ചെയ്തത്. അതില്ലാതെ നല്ല ഭംഗിയുള്ള പീസൊക്കെ നമുക്ക് വെറുതെ 2 ചതുരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടും ഒരു ബോ പോലെ സെറ്റ് ചെയ്യാം. അതുപോലെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ 2 വലുപ്പത്തിലുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് അവിടെ ഒന്ന് നൂലുകൊണ്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ അതിനൊരു ചെറിയൊരു ബോൻ്റെ ഷേപ്പ് വന്നു. അതുപോലെ ഇനി മറ്റേതും ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിക്കണം. ആ വലിയ പീസിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുത് ഒട്ടിക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒരു ലേസ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. കണ്ടോ, ഇനി ഇതിപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഏത് തരം ഡെക്കറേഷൻസിനും ഈ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ഒരു ചെറിയ മൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മൂടീനെ നമുക്ക് ഈ ഒരു തുണിയുടെ പീസ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ മൂടി ഉള്ളിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക ആ ഒരു തുണി എടുത്തിട്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആകുമ്പോൾ അതൊന്ന് ചുറ്റി കെട്ടിയിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ട് മാത്രം ആ തുമ്പ് അവിടെ വെക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ അഴിഞ്ഞു പോരും കേട്ടോ, അത് ശ്രദ്ധിക്കണേ. പിന്നെ ഈ മൂടീനേക്കാളും കുറച്ചുകൂടെ ഒരു വട്ടത്തിൽ വേറൊരു കാർഡ്ബോർഡിൻ്റെ ഒരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഈ പേപ്പറിന് കട്ടി കുറവായതുകൊണ്ട് ഞാൻ 2 വട്ടം വെച്ചിട്ട് ഒന്നിച്ചാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഈ റൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണിയുടെ ഉള്ളിൽ വെച്ചൊന്ന് കവർ ചെയ്ത് പിരിച്ചെടുക്കുക. ഇത് ടൈറ്റിലൊന്ന് കെട്ടുക, പിന്നെ കട്ട് ചെയ്യുക. മൂടി ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതിനും ചെയ്യുക. ഇനി അടുത്തതായിട്ട് ആ ഒരു മൂടിയും പിന്നെ ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ആ രണ്ടും കെട്ട് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ നന്നായിട്ട് തന്നെ ഗ്ലൂ ഗൺ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിക്കണം കേട്ടോ, അപ്പോൾ കറക്റ്റ് ഒട്ടി നിൽക്കുള്ളൂ. ഇനി ഞാൻ ഇതുപോലത്തെ സ്റ്റോണിൻ്റെ ഒരു ലേസ് ഉണ്ട്, അതിൻ്റെ പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചുറ്റിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ തൊപ്പിക്ക്. ഇനി നമുക്ക് ഇതുപോലത്തെ ക്ലിപ്പിലൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലത് കുഞ്ഞുങ്ങൾക്കൊക്കെ കുത്തി കൊടുക്കാനായിട്ട് പറ്റും. അവരുടെ ഡ്രസ്സിന് മാച്ചിനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ ഇത് ചെയ്യാം. ഇനി അടുത്തത് ഇതുപോലത്തെ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അരികൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് ആ അറ്റത്തു കൂടെ നേരത്തെ നമ്മളൊരു പൂവിന് വേണ്ടി ചെയ്തില്ലേ അതുപോലത്തെ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ കോർത്ത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കോർത്തെടുക്കണം. അങ്ങനെ നമ്മൾ റൗണ്ട് ഫുള്ളാക്കിയിട്ട് തുടങ്ങിയെടുത്ത് തന്നെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഞെറിയൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് വലിച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ ഇതുപോലത്തെ ഒരു യോയോ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കുക. ഒന്ന് അമർത്തിയൊക്കെ കൊടുത്ത് കറക്റ്റ് ആക്കിയ ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഈ നൂല് ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡെക്കറേഷൻസിന് ഇത് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് ടേബിളിലൊക്കെ വെക്കുന്ന മാറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല കുട്ടികൾക്ക് തലയിൽ വയ്ക്കാൻ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ക്ലിപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കുഷ്യനുമൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു ഐഡിയാസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.